രാവിലെ ആയി, സമയം 11 മണിയായി. 11 മണിക്ക് എൻ്റെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ കസാനിലോട്ട് പോവാണ്. This is for what? For writing. Kazan blogger from India. ഹിച്ചേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് പേപ്പർ എഴുതാൻ വേണ്ടി പോവാണ്. ഇവിടെ നെയ്ലി ഉണ്ട്. നത്താലിയ. ഹായ്. ഇവിടെ നത്താലി ഉണ്ട്. നത്താലി നെയ്ലിയുടെ കൂട്ടുകാരിയാണ്. പിന്നെ നത്താലിയുടെ ഹസ്ബൻഡും ഉണ്ട്. അവര് ഓക്കെ. ഞാൻ ആക്ച്വലി പേര് വിളിക്കുന്നത് നമ്മൾ ആ ഒരു ഇതിലാണ് കേട്ടോ. നമ്മള് എൻ്റെ നല്ല വയസ്സുള്ളവരാണ്. ഇപ്പോ നെയ്ലി എൻ്റെ ഒക്കെ പണ്ടോട്ടുള്ള ഫ്രണ്ടാണ്. ഒരു 4 വർഷമായിട്ട് നമ്മൾ പരിചയമുള്ള ഫ്രണ്ടാണ്. പുള്ളിക്കാരിക്ക് 48 വയസ്സുണ്ട് കേട്ടോ. മറ്റേ പുള്ളിക്കാരിക്കും എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. ബട്ട് നമ്മൾ ആ പേര് വിളിക്കുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡിൽ വിളിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും പറയരുത് ഞാൻ അവരെ പേര് വിളിച്ച് ആക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ആ ഒരു സ്റ്റാൻഡേർഡിൽ വിളിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, ബഹുമാനപൂർവ്വം. അല്ലാതെ നമ്മൾ ബഹുമാനപൂർവ്വം ചേച്ചി എന്നല്ല വിളിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ എവറിഥിങ്. Thank you so much. Spasiba. Come back. Yeah, you come to Kerala. Russian tradition, we have to sit. Before road, we have to sit, you know. Oh. Before the road, it's Russian tradition, very, very old tradition. You have to sit. Then pray. Pray, yeah. നമ്മൾ യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം. Before I come to Russia, next time you come to Kerala. Okay. We will. We love India. We love India so much. Oh, spasiba. എനിക്ക് എത്ര ചായ എത്ര ഇത് കുറെ. എനിക്ക് 2 ദിവസം കൊണ്ട് ചെറിയൊരു ലൂസ് മോഷൻ. അതിനുവേണ്ടി ഇവര് തരാത്ത എന്താ പറയാ മെഡിസിൻസ് ഇല്ല. ഹലോ. Покажись. Hello, friend. How are you? Fine. Now he became very serious, you know. Ну, пожалуйста, для видео, пускай посмотрят. ഭയങ്കര കോമഡിയാണ് കേട്ടോ പുള്ളിക്കാരൻ. ഭയങ്കര ഫണ്ണി ഫാമിലി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ നമ്മൾ ഹിച്ച് അയക്കാൻ വേണ്ടി എഴുതാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കസാൻ എന്ന് എഴുതുകയാണ്. കസാനിലോട്ടാണ് ഞാൻ പോകുന്നത്. ഏകദേശം ഒരു 800 കിലോമീറ്റർ ഉണ്ട്. പുള്ളിക്കാരിയുടെ അമ്മയാണ്. പട്ടിക്ക് നോക്കിക്കേ. നമ്മുടെ ഇവിടെ കസാൻ എന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് എന്നാണ്. ഇത് എച്ച് എന്ന് പറഞ്ഞാൽ എന്നാണ്. ഇവിടെ പുള്ളിക്കാരി ബ്ലോഗർ ഫ്രം ഇന്ത്യ എന്നാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബ്ലോഗർ. ഈ പി എന്ന് പറഞ്ഞാൽ 6 ഇത് ഐ ആണ്. ഫ്രം ഇന്ത്യ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഐ ഡോണ്ട് നീഡ് ഡോഗ്. എനിക്ക് ഡോഗ് വേണമെന്ന് നോക്കിയാണ് കേട്ടോ. She very clever. Okay. Bye bye. Thank you so much. Spasiba. Yeah. അങ്ങനെ നമ്മള് ലിഫ്റ്റിൽ കയറി പോവാൻ വേണ്ടി പോവാണ്. എന്റെ മുടി നേരെ ഇരിക്കുന്നില്ലല്ലോ. മുടി ഉണ്ടല്ലേ. Где твоя шляпа? Where is your hat? Hat I gifted to someone. Come on, why? 2 ദിവസമായിട്ട് ഞാൻ ഈ കാണുന്ന കെട്ടിട സമുച്ചയത്തിന് മുകളിൽ തന്നെ ആയിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. തന്നെ 2 ദിവസമായിട്ട് വീട്ടിൻ്റെ അകത്തായിരുന്നു അവരുടെ കൂടെ. പിന്നെ എനിക്ക് വയ്യായിരുന്നു. ഞാൻ നെയ്ലിയും ഇവിടെ പറയുവാണ്. നെയ്ലിക്ക് ആക്ച്വലി എൻ്റെ കൂടെ ഹിച്ചയക്കണമെന്നുണ്ട്. ബട്ട് നെയ്ലി ഇപ്പോൾ ജോലി ചെയ്യുകയാണ് കേട്ടോ. സമ്മറിൽ ഇവർ ജോലി ചെയ്യും. സമ്മറിൽ നല്ലതുപോലെ പണിയെടുത്തിട്ട് വിൻ്ററിൽ ഇവിടെ നിന്ന് നാട് വിട്ട് അങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകും. പുള്ളിക്കാരി 5 വർഷമായിട്ട് ഇവിടേക്ക് യാത്രയായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ നല്ല ബന്ധത്തിലായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് പുള്ളിക്കാരി ഇപ്പം റഷ്യയിൽ വന്നിട്ട് 1 വർഷത്തിൻ്റെ അകത്തായേ ഉള്ളൂ. 1 വർഷം ആയില്ല. 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ ഇനി വണ്ടി കയറിയിട്ട് എന്നെ ലിഫ്റ്റ് അടിക്കാനുള്ള ഒരു സ്ഥലത്ത് കൊണ്ടാക്കും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കസാലിലോട്ട് പോകും. Like 3 days in Moscow. Oh, look. റാപ്പൊക്കെ ചെയ്തോ? Is it? ഇത് കാണാൻ പറ്റോ? ട്രാൻസ്പെറന്റ് അല്ലല്ലോ. Really super nice to meet you. I wish you all the best. I wish you all the best. Please, you know, have a balance between dangerous and between a zone of comfort, you know. Yeah, please, you know, bro. I will pray by you. I'll not die. I wish you all the best. Yeah. Maybe we will meet again sometime. Yeah. Спасибо. Yeah, thanks. Take care. Ciao. Thank you so much.
സമയം 12 മണി. ആരും നിർത്തുന്നില്ല. എൻ്റെ മുടി ഇങ്ങനെ സ്പ്രിങ് പോലെ ചാടി കളിക്കുന്നുണ്ട്. നല്ല ഒരു ഉന്മേഷം, നല്ല തണുപ്പ്. ഇതെല്ലാം ഹൈവേ മറയ്ക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങളാണ്. ഹൈവേ ക്ലോസ് ചെയ്ത് ഞാൻ അവിടെ ഒരു പെട്രോൾ സ്റ്റേഷനിലോട്ട് നടന്നു പോവാണ്. പേടിച്ചു പോയി. പുള്ളിക്കാരൊക്കെ സ്കൂട്ടറിൽ പോയതാണ്. ഞാൻ പേടിച്ചു പോയി കേട്ടോ. എൻ്റെ പൊന്നു മോനെ, ഞാൻ കുറേ നേരമായിട്ട് ലിഫ്റ്റ് അടിക്കുന്നുണ്ട്. ആരും ലിഫ്റ്റ് തരുന്നില്ല. ഞാൻ മണിക്കൂറായിട്ട് പെട്രോൾ പമ്പിൽ നിൽക്കുവാണ്. ഇന്നത്തെ നല്ല സമയം. എനിക്ക് വണ്ടി ഒന്നും അവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടിയില്ല. ഞാൻ മെട്രോയിൽ കയറിയിട്ട് തിരിച്ച് ഞാൻ വന്ന വീട്ടിലോട്ട് പോവാണ്. കാരണം എൻ്റെ പവർ ബാങ്കും ചാർജറെല്ലാം ഞാൻ മറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. ഇത് നമ്മുടെ പുതിയ മെട്രോ ആണ്, കണ്ടില്ലേ? ഇത് പഴയ മെട്രോ അല്ല. നമ്മുടെ റഷ്യയിലെ മോസ്കോയിലെ സബ്വേ അല്ല, നല്ല രസമുള്ള സബ്വേ ആണ് കേട്ടോ. എല്ലാം കുറേ മണ്ണിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. നല്ല അത്യാവശ്യം ക്ലീനും സംഭവങ്ങളൊക്കെയാണ്. രാവിലെ വിട പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ വീണ്ടും ഐ ആം ബാക്ക്. ഞാൻ തിരിച്ച് അവിടെ തന്നെ വന്നിരുന്നിട്ടുണ്ട്. എൻ്റെ മൊബൈലും ചാർജൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് പോയി കേട്ടോ. മറന്നുപോയി. പവർ ബാങ്ക് ഒക്കെ ഇവിടെ ചാർജിന് ഇരിക്കുവാണ്. It's a destiny to meet again. Yeah, it's a destiny. Like a mustache. ബൈ ബൈ അഗൈൻ. ഓക്കെ, ഞാൻ വീണ്ടും ഇവിടെ നിന്ന് വിട പറയാൻ വേണ്ടി പോവാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വിട പറയാൻ. ടാറ്റാ. അയ്യോ, താങ്ക് യു സോ മച്ച് അഗൈൻ. ഞാൻ വീണ്ടും മെട്രോയിൽ വന്നു. അതാണ് കേട്ടോ നമ്മൾ കണ്ട മെഷീൻ. അത് വെച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മെട്രോ കാർഡുണ്ട്, അത് വെച്ചിട്ടാണ് ഞാനിത് പോകുന്നത്. നമുക്ക് വിസ കാർഡോ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോറിൻ കാർഡൊന്നും റഷ്യയിൽ അക്സെപ്റ്റഡ് അല്ല. കാരണം സാങ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഏത് കാർഡ് കൊണ്ടുവന്നാലും റഷ്യയിൽ അത് വർക്കാവില്ല. റഷ്യയിൽ വരുന്നവർ ഡോളറോ യൂറോയോ എന്തെങ്കിലും കറൻസി തന്നെ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ ഉപയോഗിക്കാനായിട്ട്. മെട്രോയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലോട്ടാണ്. പിന്നെ ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ വേറൊരു സ്ഥലത്തോട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ പോകാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നോക്കട്ടെ. വോസ്കാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ എന്നാണ് വോസ്കാൽ എന്ന് പറയുന്നത്. നമ്മുടെ കുർസ്കി വോസ്കാൽ. നമ്മുടെ വോസ്കാൽ ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ആദ്യമായിട്ടാണ് ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. ഇപ്പോൾ ഇത് കണ്ടിട്ടൊരു ചെറിയൊരു സ്റ്റേഷനാണ്. അവിടെ കുറേ ബസ്സിൻ്റെ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ നമ്മുടെ ട്രെയിനുകൾ കിടക്കുന്നത്. അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം. ഇവിടെ നമ്മുടെ കുറേ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കാശ എന്ന് പറഞ്ഞാൽ കസ. ഇത് സി അല്ല, എസ് ആണ്. കസ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എന്നാണ് അർത്ഥം. ടിക്കറ്റ് കൗണ്ടർ. ഇംഗ്ലീഷ് അറിഞ്ഞൂടാതാ മണി. 2 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ടിക്കറ്റിന് 500 രൂപയായി. എൻ്റെ അമ്മ. ഞാനങ്ങനെ ഇതാണ്ട് ട്രെയിൻ കയറാൻ വേണ്ടി ഇനി പോവുകയാണ്. ഇവിടെ വീണ്ടും സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടോ? എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ KFC ആണ് കേട്ടോ. KFC അവർ മാറ്റിയിട്ടാണ് റോസ്റ്റിക്സ് എന്ന് ആക്കിയത്. അതിൻ്റെ പേര് മാറ്റി കണ്ടില്ല. ഇത് KFC ആണ്. സാങ്ഷൻ ആയതുകൊണ്ട് ഇവിടെയുള്ള മെക്ഡൊണാൾഡ്സും ഇൻ്റർനാഷണൽ ബ്രാൻഡ് സാറയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന്. അയ്യോ, എൻ്റെ ടിക്കറ്റ്. മാഹിം. My name is Sasha. Sasha. Oh, nice to meet you. Hello, fanats. Hello, Fanats. Where are you going? Stop. Let me check. 6? Wait. 6. I think we need a 6. 6 there. Maybe this. ഇവിടെ I think it's this one. Yeah, that one. പുള്ളിക്കാരനെ ഒന്ന് പറഞ്ഞൂടാ. എനിക്കൊന്ന്. Blogger. Yeah, blogger. I am too. I am in my history. Okay. പുള്ളിക്കാരൻ ബ്ലോഗർ ആണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ Bloggers, bro. 2 bloggers. Nice hair. നൈസ് ആയിരുന്നു. എന്റെ മുടി We fucking working. We fucking working. Like this. Короче, homies, вы вообще не догадаетесь, кого я встретил. Йоу, бро. Yo, honey. Nice sweet. Как дела? Карашу. Как дела? Карашу. Like окрошка. Люблю Рашу. Люблю Рашу. Like борщ. Я люблю окрошка. Окрошка. Борщ. Медведи. Nice, bro, nice. ട്രെയിൻ പോകും കളിച്ചോണ്ട് നിന്നാ ട്രെയിനിന് സമയമായെന്ന് തോന്നുന്നു. Легенды. ഇവിടെ ഫുൾ ആളുകളാണല്ലോ.
6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇതിലേതാണെന്ന് കേട്ടോ. ഇവിടെ ഒരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ഇവിടെ 6 നോ ദിസ് ഇതാണ് കേട്ടോ നമ്മുടെ റഷ്യൻ ട്രെയിന്. ഞാൻ റഷ്യയിലെ ട്രെയിനിൽ അങ്ങനെ ആദ്യമായിട്ട് കയറാൻ വേണ്ടി പോവാണ്. How many followers you have? I have total 1.4 million. What? Yes. Fuck, bro, what the fuck? What's going on in hell? Shit, man. What the fuck? How many followers you have? 0. 0. എന്നെ കണ്ടിട്ട് ഇപ്പം യൂട്യൂബ് തുടങ്ങിയാണ്, നല്ല ബ്ലോഗിങ് തുടങ്ങിയാണ്. I can, bro, go ahead. You in Telegram, you have a number. Yeah, I have. Maybe you have a YouTube channel now. Yeah. ഇവിടെയുള്ള ആളുകൾ ടെലിഗ്രാമാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. ടെലിഗ്രാം ഉപയോഗിക്കുന്നത് തുടങ്ങിയത്, ടെലിഗ്രാമിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ റഷ്യക്കാരനാണ്. പിന്നീട് പുള്ളിക്കാരൻ റഷ്യൻകാരനല്ല എന്ന് പറഞ്ഞ് ഒരു പബ്ലിക് മാധ്യമങ്ങളിലൊക്കെ വന്ന് പറഞ്ഞു പുള്ളിക്കാരൻ യുണൈറ്റഡ് അറബ് എമിറേറ്റുകാരനാണെന്നൊക്കെ വന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരൻ അവിടെ സെറ്റിൽഡാണ്. റഷ്യൻ എനിക്കൊന്നു അത് രാഷ്ട്രീയപരമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ റഷ്യക്കാരനായിരുന്നു, റഷ്യക്കാരൻ തന്നെയാണ്. I need post right now story with this holy shit numbers. Okay, you can. No worries, Habibi. I'm... заебись, у меня все четко. У меня все хорошо. അവൻ കേട്ടോ എൻ്റെ ഫോളോവേഴ്സിൻ്റെ നമ്പറൊക്കെ കണ്ടിട്ട് കിളി പോയിരിക്കുകയാണ്. അവൻ വിചാരിച്ചു 1 million എന്നൊക്കെ പറഞ്ഞപ്പോൾ യൂട്യൂബിലെ 800K ഒക്കെ കണ്ടപ്പോൾ അവൻ what the fuck. Блять, 1 million подписчиков, ща я вам пропану. Bro, what the fuck? Yo, you can share these numbers. I send you. You wanna see now? Yeah. It's what day? It's fucking legendary day. Oh, you met a legend. So, I am gonna go Twitch right now. I have a good camera at house, and right now I'm only need Twitch bots. Накрутка. മനസ്സിലായല്ലോ, എല്ലാം മനസ്സിലായി. And like I need light for streams. There is light. Sunlight. Like this. So another I have already camera, web camera and microphone and okay. computer. It's all good. എനിക്ക് തോന്നുന്നു So guys, it's from future. I am fucking legend with 1 billion followers on Twitch. ഇവന്റെ ഭാഷ കണ്ടിട്ട് ഇവൻ അമേരിക്കയിൽ ജനിച്ചു വളർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫക്ക് വിടാത്ത ഒരു സെന്റൻസ് ഇവൻ പറയുന്നില്ല കേട്ടോ. You stay in America? You live in America? America? You live in America? No, I'm Russian. You always say fuck. No, I'm just Russian, bro. It's Russian language. നമ്മുടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ട്രെയിനാണല്ലോ. നമ്മുടെ മെട്രോ പോലത്തെ ഉള്ള ഒരു ട്രെയിനാണ് ഈ കാണുന്നത്. So how much time? നമ്മുടെ പെത്തഷ്കി പോകാനുള്ള ട്രെയിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. It's like songs from hell. Yeah. It looks like hell. ഏതോ ഒരു പഴയ മോഡൽ ട്രെയിനാണ്. എല്ലാവരും ചാടിക്കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഞാനും ചാടിക്കയറാൻ വേണ്ടി നിൽക്കുകയാണ്. പ്ലീസ് ഇവിടെ ഒന്ന് നിർത്തൂ. Yo, bro. Go sit with me. ഓടിപ്പോ. ഓൾറെഡി ട്രെയിനിൽ ഫുൾ ആൾക്കാരാണ്. വല്ല സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. 2 മണിക്കൂറുണ്ട്. അയ്യോ, എല്ലാവരും ആൾക്കാർ കയറിപ്പോണം. തൽക്കാലം അപ്പുറത്തേക്ക് കയറാം. അയ്യോ, Go sit with me. Go, boss. ട്രെയിൻ കറക്റ്റ് സമയത്തിനുള്ളിൽ വന്നു. കറക്റ്റ് സമയത്തിനുള്ളിൽ ട്രെയിനും എടുത്തു. നമ്മുടെ ട്രെയിൻ ഇവിടെ. I don't understand anybody. Don't understand. You shouldn't understand. It's a secret code, you know. I'm talking about you. It's secret Indian language, yeah? Yeah, it is. നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റിംഗ് ആണ്. പിന്നെ ബാഗ് വയ്ക്കാനുള്ള ആ സംഭവം ഉണ്ട്. കണ്ടിട്ട് ബാഗ് ഇപ്പം വീഴുമെന്നാണ് തോന്നുന്നത് എനിക്ക്. What she's saying? It's like ice cream. It's a moroženое ice cream, you know? ഓക്കെ. ഒരാൾ എന്തോ സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കാൻ വേണ്ടി നടക്കുന്നതാണ്. ട്രെയിൻ ഓൾമോസ്റ്റ് ഫുള്ളായി. ഇതുപോലെയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് തുറന്നാൽ അപ്പുറത്ത് നമുക്ക് വേറെ കമ്പാർട്ട്മെന്റിലോട്ട് കയറി പോവാം, നമ്മുടെ ഇന്ത്യൻ ട്രെയിൻ പോലെ. See you, man.
Фанаты, всем пока. ഓക്കെ ബൈ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം അവൻ പോയിട്ടുണ്ട്. നമ്മൾ ഏതൊരു സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ ഇപ്പോൾ കുറഞ്ഞു. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പെത്തുഷ്കിയിലോട്ട് എത്തിയിരിക്കുകയാണ്. പെത്തുഷ്കി എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലമെന്തോ അങ്ങനെ ഫേമസ് ആയിട്ടുള്ളതൊന്നും അല്ല. എന്നെ ഒരാൾ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നുള്ളത്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ സെൻറ്റർ ഭാഗം. പുറത്ത് നല്ല മഴയാണ്. അയ്യോ, ഇവിടെ ഫുള്ള് മഴയാണല്ലോ. വന്നിറങ്ങിയപ്പം തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് ഒരു ഓർത്തഡോക്സ് പള്ളിയാണ്. ഇതാ നല്ല മഴയാണ്. ഏതൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തൽക്കാലം പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. പ്ലാറ്റ്ഫോം ആ കാണുന്നതാണ് കേട്ടോ. നമുക്ക് മുകളിലുള്ള ഒരു സംഭവം കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട്. ഇത് സബർബൻ നമ്മുടെ ട്രെയിനാണ്. ഭയങ്കര ചെറിയ ട്രെയിന്. അയ്യോ, വെള്ളം വീണ്. എനിക്ക് റെയിൻ കവറൊക്കെ ഇനി അവിടെ പോയിട്ട് വേണം എടുക്കാൻ. യു റഷ്യ по-русски? По-русски, да. Окей. Русский знаешь? No, не. ആ കാണുന്നതൊക്കെ എന്നാ നല്ല എക്സ്പ്രസ് ട്രെയിനാണെന്ന് തോന്നുന്നു. നല്ല ഫാസ്റ്റിലാണ് തോന്നുന്നത്. ഇതിനിടയിൽ ഞാനൊരു വീൽ ചെയറൊക്കെ എടുത്തുകൊണ്ട് അവരെ സഹായിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു കപ്പിൾ പാവം കേട്ടോ. വീൽ ചെയർ കൊണ്ടുവരാൻ പറ്റാതെ ഞാൻ സഹായിക്കുക. ഇവിടുത്തെ 8 മണിയായപ്പോഴേക്കും സൂര്യ അസ്തമിക്കാറായിട്ടുണ്ട്. എനിക്കിനി 1/2 മണിക്കൂർ നടന്ന് നമ്മുടെ മെയിൻ റോഡിലോട്ട് പോകണം. അവിടെയാണ് കേട്ടോ എന്നെ വിളിക്കാൻ വേണ്ടി ആൾ വരുന്നത്. ഇവിടെ ആകെ ഒരു പള്ളി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മനുഷ്യന്മാരില്ല. കണ്ടിട്ട് എന്നെ എന്തോ ഒരു പെശക പിടിച്ച സ്ഥലം പോലെ തോന്നുവാണ്. മണിക്കൂറായിട്ട് നടക്കുവാണ്. ഇവിടെ ഉള്ളൊരു സൺസെറ്റിൻ്റെ കാഴ്ചയില്ലേ എൻ്റെ അമ്മോ. ലൈറ്റ് അടിപൊളി തോ. രസം കണ്ടോ? അവിടെ എവിടെയോ സ്ഫോടനം നടക്കുന്ന പോലെയാണ് ആ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ മണിക്കൂറായി ഇതുവരെയായിട്ട് നമ്മുടെ മെയിൻ റോഡ് എത്തുന്നില്ല. ഒരു ചെറിയൊരു പഴയ നഗരം എന്ന് വേണമെങ്കിൽ പറയാം. നഗരമല്ല, ചെറിയൊരു ടൗണ്. ഞാൻ നല്ല വിശന്ന് ഒരു കടയിൽ വന്നു. ഇവിടെ നമ്മുടെ പുലാവൊക്കെ ആണല്ലോ. വീഡിയോ ഓക്കെ. ഇവിടെ പുള്ളിക്കാരൻ ചായ വന്നല്ലോ. പുള്ളിക്കാരൻ്റെ ഷവർമ വാങ്ങാൻ വേണ്ടി ഞാൻ വന്നതാണ്. Yeah, you speak good English. Where are you from? Russia? Tajikistan? Oh, salam. No, video, no. Okay. വീഡിയോ ഉണ്ടെന്നാ. അങ്ങനെ എന്നെ കൊണ്ടുപോകാനുള്ള ബ്രോ വന്നിട്ടുണ്ട്. പുള്ളിയുടെ കൂടെയാണ് പോകണം. ബ്രോ സേ ഹായ്. ബ്രോ സേ ഹായ്. Hello. How are you? I'm okay. പുള്ളിയുടെ വണ്ടിയിലാണ് ഇതാണ്ട് കയറാൻ വേണ്ടി പോകുന്നത്. അവസാനം ഞാൻ നമ്മുടെ ബ്രോന്റെ കൂടെയാണ് പോകുന്നത്. ബ്രോ ഹായ്. അപ്പൊ ഇതാണ് നമ്മുടെ We are going to Kazan. നമ്മൾ കസാനിലോട്ട് പോവാണ്. കസാനിലല്ല, അതിന് മുമ്പ് വേറൊരു സ്ഥലത്താണ് പോകുന്നത്. പുള്ളിക്കാരെ ഇപ്പം വേറൊരാളെ തന്നെ കയറ്റിയിട്ട് അവിടെ ഇറക്കി. അത് ഇറക്കിയെന്ന് വെച്ചാൽ ഇറക്കിയിട്ട് നമ്മൾ തിരിഞ്ഞ് മെയിൻ റോഡിലോട്ട് പോവാണ്. അതായത് യൂറോപ്പിലൊക്കെ ബ്ലാ കാർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ ആരെങ്കിലും ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ഒരാൾ കാർ ഓടിച്ച് പോകുന്നു എന്ന് വെച്ചോ. അപ്പോൾ അവർ ഈ ഒരു ആപ്ലിക്കേഷനിൽ അവർ ജസ്റ്റ് പോസ്റ്റ് ഇടും, ഞാൻ ഇവിടം വരെ പോവുകയാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിലും റിക്വസ്റ്റ് ചെയ്യാം. എത്ര പൈസ എന്ന് വെച്ചാൽ അതിൽ കാണും. എന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് അവർക്ക് പോകാൻ കഴിയും. അതിൽ എന്നിട്ട് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ അതിൽ നിങ്ങളെ റെഫറൻസ് ആയിട്ട് ഇടാം. അപ്പം അങ്ങനത്തെ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് കേട്ടോ ബ്ലാ കാർ. അതിൻ്റെ വെർഷൻ റഷ്യയിലുണ്ട്. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ്റെ കൂടെ ഒരാൾ കയറി അയാളെ നമ്മൾ കൊണ്ടാക്കി. എന്നാണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യുവാണ് കേട്ടോ പുള്ളിക്കാരൻ. എന്താ പണിയിലാണ്. എന്നാ നല്ലപോലെ കിടന്നുറങ്ങുമായിരുന്നു. മോസ്കോ ഒന്ന് മരിയൽ എന്ന് പറഞ്ഞ റിപ്പബ്ലിക് ഓഫ് മരിയലില് നമ്മുടെ വസേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 10-80 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി കസാന് പോകാനായിട്ട്. How was the drive, bro? I'm okay. Yeah. I was driving all night. And I was sleeping all night. Yes. Mahin was sleeping all night. ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അയ്യോ അങ്ങനെ ടയേർഡ് കേട്ടോ. നല്ലപോലെ ഉറക്കമൊന്നുമില്ല. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്റ്റേഡിയം എന്താണ്. അവിടെ ചുവന്ന പതാക, കമ്മ്യൂണിസ്റ്റ് പതാകയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ടൗണാണ് കേട്ടോ ഈ വസേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുള്ളിക്കാരൻ്റെ വെളുപ്പാലത്തായപ്പോഴേക്കും പുള്ളിക്കാരൻ്റെ അമ്മയുടെ ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് പുള്ളിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ സ്ഥലത്ത് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ കാരണമുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ സ്വന്തം സഹോദരൻ നമ്മുടെ ഈ ഒരു റഷ്യയും തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യവും തമ്മിലുള്ള യുദ്ധമില്ലേ, ആ യുദ്ധത്തിൽ പുള്ളിക്കാരൻ്റെ സഹോദരൻ
ഒരു 3 മാസം മുമ്പ് എന്തോ മരണപ്പെട്ടു. അപ്പം മരണപ്പെട്ടപ്പോൾ ബോഡി എന്തോ കിട്ടി. ബോഡി എന്തോ ഇന്ന് ഇവിടെ വരും. അപ്പം അത് ഇന്ന് അതിൻ്റെ ശരീരം വരുമ്പോൾ അത് അവർക്കൊന്ന് എന്താ പറയുക, അത് നോക്കിയിട്ട് അവർക്ക് അത് കറക്റ്റ് ആണോ എന്ന് നോക്കണം, പുള്ളിക്കാരൻ്റെ ശരീരം തന്നെയാണോ എന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവരൊക്കെ വന്നത്. അപ്പോൾ എന്നിട്ട് അവർക്ക് ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്ത് അടക്കാനായിരിക്കണം, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ല, യുദ്ധങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ സഹോദരൻ. അതാണ് പുള്ളിക്കാരൻ്റെ സഹോദരൻ ഞാൻ പറഞ്ഞത്. ഇതാണ് കേട്ടോ അവരുടെ ഒരു വീട്. ഇതൊരു ഹാള്, പിന്നെ അവിടെ അങ്ങോട്ട് കിച്ചണും സംഭവങ്ങളൊക്കെയാണ് ആ ഭാഗത്തൊക്കെ. ഹലോ, His name is Proша. ой, как дела? Хорошо. А ты можешь спросить на английском, как дела? Можешь? Скажи ему. А как твое имя, знаешь на английском? Скажи. Инглизи? What is your name? Вот, давай учи. Вот ഇവിടെ നമുക്ക് ഭക്ഷണം വന്നിട്ടുണ്ടല്ലോ. സോസേജ്, ബ്രെഡ്, ചായ, നമ്മുടെ ചോറും എന്തോ പാലുള്ള ഒരു ഐറ്റം, പിന്നെ നമ്മുടെ മുട്ട. кофе, песок. ഓ ഓക്കെ, ഷുഗർ സ്പസിബ. ഓക്കെ. Это папа. ഓ പാപ്പ. ഓ Димина. ദീമ. ആരുടെ വീഡിയോ കോളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് കാണിക്കുവാണ്. ഞാനിനി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനിവിടെ നിന്ന് എനിക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ കസാലിലോട്ട് പോയിട്ട് കസാലിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അങ്ങോട്ട് പോവാം. അമ്മൂമ്മ കൊച്ചുമകനെ സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ടി ഒരുക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. Платочек бери. Высохнет на тебя. Штаны, извини, эти да. Хорошо добрался. Да. Спасибо. Мальчик. Бой. Мама. Маленький. Спасибо. Нет. നമ്മള് വീട്ടിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് വന്ന് ബസ് എടുത്ത് ഞാൻ മാത്രം, ഇവിടെ കുറേ പറവയൊക്കെ ഉണ്ടല്ലോ. ഞാൻ ബസ് എടുത്ത് നമ്മുടെ കസാനിലോട്ട് പോവാണ്. അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ കസാനിലോട്ട് പോകേണ്ട ബസ്. ഇവിടെ പല സ്ഥലങ്ങളിലോട്ട് പോകാനുള്ള ബസ്സുകളാണ് നമുക്കിവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കസാൻ എന്ന് എഴുതിയത്. ഇത് KA, ഇത് Z, കസാ. ഇത് H അല്ല, N ആണ് കേട്ടോ, കസാൻ. പിന്നെ ഈ B എന്നതിന് ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. See you bro. നെയില് പറഞ്ഞാണെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ. Bro, see you. Spasiba. നെയ്ലി ആക്ച്വലി പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നെയ്ലിയുടെ ബോയ് ഫ്രണ്ടാണ്. എന്നിട്ട് എനിക്ക് 2000 തരാൻ വേണ്ടി നെയ്ലി പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. നെയ്ലിയുടെ കണക്കായിട്ട് കണ്ടില്ലേ, സുഹൃത്ത് പറഞ്ഞ കണ്ടില്ലേ. അതിലാലിത് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും അതിനെന്താ ഇത്ര ഭാഗ്യം ആ സുഹൃത്തിന് എൻ്റെ അടുത്ത് എത്ര ഇഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ട്രാവലേഴ്സ്, ഞാൻ കേരളത്തിൽ വന്നിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ 1 രൂപ പോലും അവരെ കൊണ്ട് ചിലവാക്കിയിട്ടില്ല. ഓട്ടോ കൂലിയാണെങ്കിലും ബസ് കൂലിയാണെങ്കിലും വീട്ടിലെ ഭക്ഷണമാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതായാലും ഞാൻ 1 രൂപ പോലും ചിലവാക്കിയില്ല. അത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് നമുക്ക് പലയിടങ്ങളിൽ പോകുമ്പോൾ ആളുകൾ നമ്മളെ എന്താ പറയുക, അവർ നമ്മളെ എക്സ്പെൻസ് എടുക്കും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ നാട്ടിൽ വരുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. എൻ്റെ നാട്ടിൽ വരുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ഒരു കാശ് പോലും, ഞാൻ ഒരു മുട്ടായിക്ക് പോലും ഞാൻ ചിലവാക്കില്ല. എന്നിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും 10,000, 1,500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ച് കൊടുത്തു വിടാറുണ്ട്. ചിപ്സ് ആയാലും, ലാസ്റ്റ് മറ്റേ മലേഷ്യൻ അവർക്ക് വന്നപ്പോൾ തേങ്ങ ചിരവുന്ന മെഷീന്, അങ്ങനെ കുറേ സാധനങ്ങൾ, മനസ്സിലായില്ലേ. അപ്പം അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പിന്നെ ഞങ്ങളുടെ അടുത്ത് കാണിക്കണമെന്ന് തോന്നി. ആ ഒരു ബന്ധമാണ് കേട്ടോ നമ്മൾ ഈ ട്രാവലേഴ്സ് തമ്മിലുള്ളത്. സ്പെഷ്യലി നമ്മളിങ്ങനെ പരിചയമുള്ള, അറിയാമെന്നുള്ള, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തു. വണ്ടിയുടെ ഫ്രണ്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. അവിടെ 2 സ്ത്രീകൾ കയറിയിരുന്നു. പുള്ളിക്കാരൻ ഡ്രൈവർ സമ്മതിച്ചു. അത് നമ്മളങ്ങനെ കസാനിലോട്ട് യാത്ര തിരിക്കുവാണ്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കസാൻ എന്ന് പറയുമ്പോൾ ധാരാളം ഒരു വലിയൊരു മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണ്. നമ്മൾ പോകുന്ന വഴി തന്നെ ഏതാണ്ട് ഇവിടെ ചെറിയ മുസ്ലിം ആരാധനാലയങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഹലോ, how are you?
Great! Long time. Yeah. Finally you're here. Finally in Kazan. Welcome. Exactly. Как дела? Хорошо. Хорошо. You didn't change at all. You same. The same. You You are. same. 2 years. 2 years, yeah. 2 years and yeah, 2 years. Last 2022. July? July? No, April. No. From May to June. Yeah, May. Yeah. Yeah, May, June. Yeah. May, yeah. അങ്ങനെ ഐഗുൾ സേ ഹായ്. അങ്ങനെ ഞാൻ ഐഗുളിനെ കണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ലോങ് ടൈം ഐഗുളിനെ 2 വർഷത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഐഗുളിനോട് ഞാൻ കുറച്ച് ദിവസം നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. നമ്മുടെ ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ടെർമിനൽ. ഇവിടെ ട്രാമൊക്കെ ഉണ്ടല്ലോ. ദർ ഇസ് ട്രാം ഓൾസോ. Yes. Tram, trolley bus. Tram, trolley bag? Trolley bus. Oh, trolley bus. Yeah. You call it trolley bus. Trolley bus, yeah. അവർ ട്രോളി ബസ് എന്നാണ് പറയുന്നത് നമ്മുടെ ട്രാമിനെ. ഇതോ അവിടെ പോകുന്നുണ്ടോ, ആ കാണുന്നതാണ് നമ്മുടെ ട്രാം. അപ്പോൾ ഞാൻ ഐഗിളിൻ്റെ വീട്ടിലോട്ട് പോവാണ്. സോ ഹൗ ഇസ് ലൈഫ്? വെയർ ആർ യു ഗോയിങ് ടു ട്രാവൽ നെക്സ്റ്റ്? That's a good question. Right now I'm working ഓക്കെ. and I think in October. Maybe October. September, we will see, yeah. സൗത്ത് ഈസ്റ്റ് ഏഷ്യ. Southeast Asia. ഓക്കെ. ഐഗിൾ ഇതുപോലെ ഫുൾ ടൈം ട്രാവലൊക്കെ ചെയ്ത് നടക്കുന്നതാണ്. ഐഗിൾ നെക്സ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് ഒക്ടോബറൊക്കെ ആകുമ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കുറച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു 6 മാസം മുന്നെയാണ് എനിക്കൊന്ന് ഐഗിൾ വീട്ടിൽ വന്നത്. നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവാണ്. ഇത് ലോക്കൽ ബസ്സാണ് കേട്ടോ, കസാലിലെ ലോക്കൽ ട്രാൻസ്പോർട്ട്. ഇവിടെ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടും. അതാണ് കേട്ടോ ഈസി പീസി. നമ്മൾ ഇനി വീട്ടിലോട്ട് നടന്നു പോവാണ്. There are more Muslim population or what? Hi. Yes. How many? Muslim have Orthodox. Like Muslim and Orthodox. 50-50. Yeah. So Kazan is known as Islamic capital of Russia. Yes. കസാൻ റഷ്യയുടെ ഇസ്ലാമിക ക്യാപിറ്റൽ എന്ന് തലസ്ഥാനം പറയപ്പെടുന്നുണ്ട്. ഞാനൊരു സ്നിക്കേഴ്സും കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. കണ്ടില്ലേ, അമ്മച്ചിമാരൊക്കെ തട്ടയിട്ടുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. ബട്ട് പുതിയ തലമുറ ഉള്ള ആളുകളൊന്നും ഈ ഒരു രീതി അവർ പിന്തുടരുന്നില്ല. ഞാനങ്ങനെ ഐഗിളിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വാട്ട് ആർ യു മേക്കിംഗ് ഐഗിൾ? I am doing some tea. തത്താർ ടീ Kinda. നമ്മളിപ്പോൾ നിൽക്കുന്നത് കസാനാണ്. കസാൻ എന്ന് പറയുമ്പോൾ തത്താർ റിപ്പബ്ലിക്കിൽ വരുന്നതാണ്. അതിൻ്റെ ക്യാപിറ്റലാണ് കസാൻ. ഐഗിളെന്തോ ഇവർ ചായ നല്ലപോലെ കുടിക്കും കേട്ടോ. ടീ ഭയങ്കര അത്യാവശ്യം ഫേമസ് ആണ്. പിന്നെ എന്തൊക്കെയാ ഐഗിൾ ബ്രെഡൊക്കെ എന്തൊക്കെയാ വാങ്ങിച്ചിട്ടുണ്ട്. ഈസ് ദാറ്റ് സംസ? No, I know. Triangle. Triangle. Which mark? You need to try it. ട്രയാങ്കിൾ ആണ് കേട്ടോ ഈ സാധനം. അതെന്താ ട്രയാങ്കിൾ? ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇവിടെ ഐഗിൾ എനിക്ക് കുറെ തത്താർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഇസ് തത്താർ ഓർ സ്പെഷ്യലി കസാൻ? Yeah, it's Tatar. Tatar. Yeah. What is this? This is called triangle? Triangle which mark? Triangle ichpichmak. Yeah, inside of it there is like a potato and meat. Oh, ഇത് പൊട്ടാറ്റോയും മീറ്റും ഉള്ളതാണ്. This one? This is just with some sweet jam inside. Yeah. ഇത് ജാം വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനം. This one? This elish, it's like circle. Circle. Made of dough. Inside there is potato and chicken. Actually, this is my favorite. This one? Yeah, because I've overeaten. Oh, okay. Yeah, a lot in my life, and elish is. പിന്നെ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പം സ്ഥിരം പരിപാടി ഇതൊക്കെ കഴിക്കലാണ്. ഇതൊക്കെ ഞാൻ രാവിലെ എപ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ടീ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഐഗിള്. Cheers, yeah. That's that way. You didn't learn this from German? Your German friend? ഞാൻ വീട്ടിൽ കുറച്ച് നേരം കിടന്നതും ഉറങ്ങിയില്ല, ഇരുന്നുറങ്ങി, മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുമായിരുന്നു. നല്ല തണുപ്പുണ്ട്. ഞാൻ കുളിച്ചിറങ്ങി
ഞാനിവിടെ വേറൊരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം. ഐഗോളിൻ്റെ വീട്ടിൽ വാടക കൊടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ ഇന്ത്യക്കാരനാണ്. ബ്രോ ഹായ്. Hey, hi man. How are What's you your name? Alok. Alok. What are you doing here? Well, I'm traveling, mixing Okay. business with travel and leisure. It's been 2 months. I've been to south of Russia, that is Rostov-on-Don. How did you find Russia overall? Beautiful. Beautiful. Full of culture, good food. You basically from? I'm from Pune. Pune. Okay. Nice to meet you, man. Nice to meet Come you, to Kerala. Definitely, I did already. Okay. Walpar is my favorite, I told you, and the food. Oh, Oh, okay. I miss beef chili. Oh, okay. Beef chili. Yeah. Yeah, I cannot go to north and say, beef chili. പുള്ളിക്കാരൻ്റെ ബീഫ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. നൈസ് ടു മീറ്റ് യു ബ്രോ. Nice to meet you. Again welcome, okay? Thank you so Come much. to my home. Absolutely, thank you. And you also. I'll make beef chili for you. Thank you so Not me, much. my mom. Thank you so much. That will be my pleasure. Okay. And do come to Pune. Yeah. I'll feed you some nice mutton. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ധാരാളം മുസ്ലിം പോപ്പുലേഷനിൽ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ സാധിക്കും. നമ്മൾ നല്ല ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ സിറ്റി സെൻറ്ററിലോട്ടാണ് പോകുന്നത്. ഞാൻ ബസ് ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് കണ്ട കസാൻ്റെ കാഴ്ചകളെ മാറി വേറെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. ബസ് ഇറങ്ങിയത് ഇവിടെയാണ്. തൊട്ടിപ്പുറത്ത് കസാൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു മുസ്ലിം ആരാധനാലയമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതെന്താ കാസിലാണോ? കണ്ടിട്ട് കാസിൽ പോലെയാണ് തോന്നുന്നത്. നല്ല രസമുണ്ട്. അവിടെ പാർക്കും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Where are we going, bro, now? We are going across the street. Okay. We'll use this subway. നമ്മൾ അടിയിൽ കൂടെ വേണം അപ്പുറത്ത് പോകാനായിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ക്രെംലിൻ, നമ്മുടെ കോട്ടമതിൽ. അതിൻ്റെ അകത്താണ് ഞാൻ നേരത്തെ കാണിച്ച പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് പുല്ലിലൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇവരുടെ ഒരു ഭരണശിലാ പ്രദേശം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു ഇടം കൂടിയാണ്. സൈക്കിളൊക്കെ ഉരുട്ടി പോകുന്നുണ്ടല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല. മോസ്കോയിലെ പോലെ തന്നെ ഇവിടെയും മഴയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരു ഓർത്തഡോക്സ് പള്ളി, ഒരു മുസ്ലിം പള്ളി. നല്ല അടിപൊളിയാണ് കേട്ടോ, ഒരു ഹാർമണി ഫീലാണ്. ഇവിടെ ആളുകൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി നടന്ന് അങ്ങോട്ട് പോവാണ്. വിച്ച് വേ വി ആർ ഗോയിങ് ബ്രോ? We will be entering. ഓക്കെ, So this way. നമ്മൾ ബ്രോൻ്റെ കൂടെയാണ് കേട്ടോ നടന്നു പോകുന്നത്. ബ്രോ ഇവിടെ ഹൗ ലോങ് യു ആർ ഹിയർ ഓൾറെഡി? I think it's been already 2 weeks. 2 ആഴ്ചയായിട്ട്. And before that in Samara. സമാര. റഷ്യ. സോ ടോട്ടൽ റഷ്യ അറൗണ്ട് 1 month. Yes, and 1 more month. So about 2 months. 1 മാസം അടുപ്പിച്ച് ഓൾറെഡി പുള്ളിക്കാരി ഇവിടെ റഷ്യ കറങ്ങി നടക്കുവാണ്. നമ്മുടെ ഇവിടെ നല്ല വിചാരിക്കുന്നതിനേയും കാട്ടി ആളുകളുണ്ട്. ഈ കാണുന്ന നമ്മുടെ കസാനിൽ ഫുള്ള് ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു കേട്ടോ. പല ഭാഗത്തുനിന്ന് വരുന്ന കസാന് മോസ്കോയിന് അതിമനോഹരമായിട്ടുള്ള വേറൊരു സ്ഥലമാണ്. ബ്രോ സൺലൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതും വെയിലത്ത് ഇട്ടുകൊണ്ട് കിടക്കുവാണ് കേട്ടോ. യു അണ്ടർസ്റ്റുഡ് അറ്റ്ലീസ്റ്റ് ദിസ് വൺ. നമ്മൾ ചെറിയൊരു പ്രദേശത്ത് ഇങ്ങനെ നടന്ന് വെള്ളം വാങ്ങാൻ വേണ്ടി ഒന്ന് നടന്നു പോവുകയാണ്. അവിടെ ഒരു ചെറിയൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഒരു യൂറോപ്യൻ സിറ്റിയിൽ വന്ന ഒരു കാഴ്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിമനോഹരമായിട്ടുള്ള സ്ട്രീറ്റുകൾ, ബിൽഡിങ്ങിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ അതുപോലെയാണ്. ഇവിടെ ഒരു അണ്ടർപാസൊക്കെ ഉണ്ട്, അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. യൂറോപ്പ് എങ്ങനെ മനോഹരമായിരിക്കുന്നു ആ ഒരു മനോഹാരിത നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ക്രിസ്ത്യൻ ദേവാലയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓർത്തഡോക്സ് ദേവാലയം, തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു ദേവാലയം. എന്ത് മനോഹരമല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാനായിട്ട് നല്ല പീസ്ഫുൾ സ്ഥലം. വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ താഴെ നിന്ന് നടന്ന് മുകളിലോട്ട് കയറുമ്പോൾ കുറച്ച് വേറെ മോണുമെൻറ്റ്സും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ ക്രെംലിൻ്റെ അകത്തുള്ള ഭാഗം. ഇവിടെ പുള്ളിക്കാരൻ എന്തോ നോട്ടീസ് എന്തോ വിൽക്കുന്ന കാഴ്ചയാണ്. ടൂറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ. ലോങ് ടൈം. ഐ ഫീൽ ലൈക്ക് ഐ ഡിഡ്ന്റ് സീ യു ഫ്രം ലോങ് ടൈം. ഐഗോൾ വർക്കിന് പോയിരിക്കുമായിരുന്നു. വാട്ട് ഈസ് ദിസ് ഐഗോൾ? ഹൂ ഈസ് ദിസ്? പോയറ്റ്? Yeah, he's a famous poet hero. He was fighter with the fascists.
Oh, okay. Fascist. Yeah. Who is the fascist actually? Yeah, exactly. That's a wonderful question. ഫാസിസ്റ്റുകൾക്ക് എതിരായിട്ടുള്ള ഒരു പോയറ്റ് ആയിരുന്നു ആ കാണുന്നത്. അതുകൊണ്ടാണ് പുള്ളിയെ ചങ്ങലക്കിട്ടയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള ഒരു ടവറാണ്, സാസ്പ ടവർ. ആൻഡ് ഇവിടെ കണ്ടേ അറബിയിലൊക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കുൽ യുഹി ഹല്ലദീ അൻഷാ വ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഹൽക്കിൻ അലീം. ഖുർആനിലെ സൂക്തങ്ങളാണ് കേട്ടോ. വൈ ദിസ് ഹിയർ? Yeah, I know it's Arabic. Like Tatar language before being Cyrillic, it had some Arabic symbols. Okay. But it's like from the Quran. Yeah, I think it's. To be honest, I don't know what it's written here. I know. Kul yuhi alladhi ansha awwala marratin wa huwa bikulli halqin alim. You can read it? Yeah, I can read it. Wow. Impressive. Wow. I didn't know you speak Arabic. Yeah, this is kul. Kul means say. Yuhi alladhi. I don't know. I can only read. What does it mean, you know? Or you just It's something from Quran. I know that. Yeah, it's Quran. I know how to read Arabic. Yeah. around ടൂറിസ്റ്റുകൾ തൊപ്പി വെച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആ കാണുന്നത് നമ്മുടെ തത്താറിൻ്റെ ഫ്ലാഗാണ്. തത്താർ, റിപ്പബ്ലിക് ഓഫ് തത്താറിൻ്റെ ഫ്ലാഗ്. ഇവിടെ റഷ്യൻ ഫ്ലാഗ്. ഇവിടെ തൊട്ടടുത്ത് വാട്ട് വാസ് ദാറ്റ് ഫ്ലാഗ്? ഐ ഫോർഗോട്ട് അഗൈൻ. ദാറ്റ് ഹെൻ ഡ്രാഗൺ. ബട്ട് ഫോർ വാട്ട് ആക്ച്വലി? ഇറ്റ്സ് ഫോർ കസാൻ, റൈറ്റ്? യാ, ഇത് കസാൻ്റെ പഴയ കിങ്ഡത്തിൻ്റെ ഫ്ലാഗാണ് കേട്ടോ ആ കാണുന്നത്. റഷ്യ എന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു നിരയാണ് കാണാൻ സാധിക്കുന്നത്. ഗൈഡുകളുമായിട്ട് ബസ്സിൽ വന്നിറങ്ങുന്ന കാഴ്ചകളാണ്. അതിൻ്റോടൊപ്പം തന്നെ ധാരാളമല്ലാത്ത ആളുകൾ ഇവിടെ നടന്ന് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ബസ് താണ്ടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം റഷ്യൻ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഫോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഇവിടെയാണ് ഇവരുടെ പഴയ കിങ്ഡമും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ പ്രധാന വാതിൽ കണ്ടില്ലേ, ഇരുമ്പിൻ്റെ വാതിലാണ്. തൊട്ടടുത്തായിട്ട് നമ്മുടെ സുവനീർ ഷോപ്പുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ഉള്ളിലോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ കുതിരയുടെ ഒരു കാളവണ്ടി, കാളവണ്ടിയല്ല, കുതിരവണ്ടി, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ പഴയ ഗവർണറൊക്കെ താമസിച്ചിരുന്ന അഡ്മിനിസ്ട്രേഷൻ ഹൗസാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ പഴയ ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ കണ്ടിട്ട്. വാട്ട് വാസ് ദാറ്റ്? വാട്ട് ഈസ് ദിസ്? ഫോർട്ട്. yeah. It's a part of fort. Yeah, it's fortress. നമ്മുടെ ഫോർട്ടിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇതൊക്കെ പുതുക്കി പണിതതാണ്. 2 നിലയുണ്ടായിരുന്നുള്ളൂ, അതിനെ വീണ്ടും അത് 2ാമത്തെ നില ആക്കിയതാണ്. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാറുണ്ട്. ആക്ച്വലി ഈ ഒരു ഇത് കിങ്ഡം എന്ന് പറയുന്നത് നമ്മുടെ തത്താർ മുസ്ലിം കിങ്ഡം ആയിരുന്നു. പിന്നീട് നമ്മുടെ വേറൊരു റഷ്യൻ കിങ് വന്നു. പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞുപോയി. പുള്ളിക്കാരൻ വന്നു, ഇവിടെ തകർത്തു. അത് ഇവരുടെ കസാൻ ഇവരുടെ അണ്ടറിലാക്കി. അങ്ങനെയാണ് പിന്നീട് ഇവിടുത്തെ കുറേയൊക്കെ രൂപമാറ്റം വന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കുൽ ഷരീഫ് മോസ്ക്. കുൽ ഷരീഫ് മോസ്കിന് വലിയൊരു കഥയുണ്ട്. അതായത് പണ്ട് ഈ ഒരു നേഷൻ എന്ന് പറയുന്നത്, തത്താർ നേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക നേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആ ഒരു ഇസ്ലാമിക നേഷനാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇവാൻ ദ ടെറിബിൾ. ഇവാൻ ടെറിബിൾ എന്ന് പറയുമ്പോൾ ടെറിബിൾ ആയിട്ടുള്ള ഒരാൾ. അതെ, ഇവാൻ ഒരു ടെറിബിൾ തന്നെയായിരുന്നു. തൻ്റെ മകനെ പോലും പീഡിപ്പിച്ചിട്ടുണ്ട്. ദേഹപീഡനമല്ല, ഉപദ്രവിച്ച് അങ്ങനത്തെ ഒരു സംഭവമാക്കിയതാണ്. പിന്നെ അല്ലാതെ തന്നെ ഇവിടെ വന്നിട്ട് ഈ 16-ാം നൂറ്റാണ്ടിലുള്ള ഇവിടത്തുള്ള പള്ളി പുള്ളിക്കാരൻ തകർത്തെറിഞ്ഞു. പള്ളിയൊക്കെ തകർത്തെറിഞ്ഞപ്പോൾ അന്ന് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഇമാമിൻ്റെ പേരാണ് കുൽ ഷരീഫ് എന്ന് പറയുന്ന ഇമാമും. പിന്നെ അതിനുശേഷം 2005 ഈ പള്ളി പണിതപ്പോൾ കുൽ ഷരീഫ് മോസ്ക് എന്ന് ലാസ്റ്റ് ഇമാമിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ ആ ഒരു പേരിട്ടു. ഇതിന് 45,000-ഓളം ഫണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം 600-ഓളം ഓർഗനൈസേഷനും കൂടെ ഫണ്ട് ചെയ്തിട്ടാണ് ഇതാക്കിയത്. സൗദിയൊക്കെ ഈ പള്ളിക്ക് വേണ്ടി ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫയർ വെച്ച് കളിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽപ്പുണ്ട്. കണ്ടോ, ഇവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അവിടെയൊക്കെ കണ്ടോ, എല്ലാ പെൺകുട്ടികൾക്കും ഫോട്ടോ എടുക്കാൻ ബോയ് ഫ്രണ്ട് കൂടെ ഉണ്ടാവും. അതാണ് നമ്മുടെ പ്രകൃതി നിയമം എന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് ഐഗുളാണ്. ഐഗുൾ ഈസ് ദ ഇൻഫർമേഷൻ സെൻറ്റർ. ഇവിടെ കുറേ മനോഹരമായിട്ടുള്ള നമ്മുടെ കസാൻ്റെ ഭാഗങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സുവനീസൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് വാങ്ങുവാണ് കേട്ടോ. ഇവിടെ എല്ലാം നല്ല പ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് ഇവരുടെ ഡ്രാഗൺ ഇവരുടെ പഴയ കിങ്ഡത്തിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് ഉസ്ബക്ക് ടച്ചൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമുള്ള പാത്രങ്ങൾ, അടിപൊളി കേട്ടോ. ഇതൊക്കെ വാങ്ങണമെന്നുണ്ട്, പക്ഷേ പൈസ നല്ല ഇതാണ് കേട്ടോ. കസാഖിൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഗ്രൂപ്പ് ടൂർ വന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ചിത്രങ്ങൾ എടുക്കുന്നത്. എല്ലാവരും തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു ഫേമസ് അട്രാക്ഷനാണ്, കണ്ടില്ലേ, നമ്മുടെ കുൽ ഷരീഫ് മോസ്ക്. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉൾഭാഗത്ത് പോവുകയാണ്, കുൽ ഷരീഫ് മോസ്കിലോട്ട്. ഇത് എത്ര രൂപയ്ക്കാണ് എന്നൊന്നും അറിയില്ല. പള്ളിക്ക് ഉള്ളിലോട്ട് പോകുന്നവർ തലയും സംഭവങ്ങളൊക്കെ മറച്ചിട്ട് വേണം ഉള്ളിലോട്ട് പോകാനെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ടു കുൽ ഷരീഫ് മോസ്ക്. Lobro Kosolait B കുൽ ഷരീഫ്. ഇതൊന്നും വിട്ടുകൊണ്ട് പോകാൻ പറ്റില്ലെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. പള്ളിയുടെ ഉള്ളിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ നമുക്ക് സ്ത്രീകൾക്ക് ഇടാൻ വേണ്ടി ഈ ഡ്രസ്സുണ്ട്. ഡോണ്ട് ടച്ച്. ഓക്കെ. പള്ളിയിൽ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകാമല്ലോ. ഇവിടെ തന്നെ കയറുമ്പോൾ തന്നെ കുറേ സുവനീസിൻ്റെ സംഭവങ്ങളാണ്. ആയത്തുൽ കുർസിയാണോ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ ഷാള്, സ്കാർഫ്, അവിടെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്കുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ അക്കാഡമിയ എന്തോ കടകളാണ്. നല്ല മനോഹരമായിട്ടുള്ള ഇതൊക്കെ നല്ല വില ഉണ്ട്. നമ്മുടെ നാട്ടിലെ 350 രൂപയാണ് ഈ ഒരു സാധനത്തിനൊക്കെ വരുന്നത്. ഇതിന് വരുന്നത് 200 രൂപ. ഈ ചെറിയ കീ ചെയിനും സംഭവങ്ങളൊക്കെയാണ്. നല്ല രസമുള്ള സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ തത്താർ പ്രസിഡന്റിന്റെ ഗിഫ്റ്റാണ് ഈ കാണുന്നത്. മിനിയേച്ചർ ഇവിടെ വെച്ചിരിക്കുന്നത്. തത്താർ പ്രസിഡന്റിന്റെ പേരാണ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ദേവാലയത്തിന്റെ മ്യൂസിയം ആണ് കേട്ടോ. നമ്മുടെ പള്ളിയുടെ മ്യൂസിയം ഭാഗമാണ് ഈ ഒരു ഭാഗത്ത്. നമുക്ക് നമസ്കരിക്കാനുള്ള ഇടം ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് നമസ്കരിക്കാനുള്ള ഇത്. അതുകൊണ്ട് ഒരു പുള്ളി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കേട്ടോ. ഇവിടുത്തെ ഉസ്താദോ ഇമാമോ എന്താണെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ പള്ളിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചെറിയൊരു മ്യൂസിയം ഭാഗം. 5 നിലകളാണ്. നമുക്ക് ഇതുവഴി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാം. നല്ല രസമുണ്ട്. നിക്കർ ഇട്ടവരെയൊക്കെ വന്ന് അതുകൊടുത്തപ്പോൾ പാവാട ഇട്ട പോലെ കാഴ്ച കേട്ടോ. പാവാട ഇട്ടേക്കണ പോലെ തോന്നുന്നു. നമ്മൾ പള്ളിയുടെ ഉള്ളിലോട്ട് കയറി പോകാൻ വേണ്ടി പോവാണ്. ഈ സ്റ്റെപ്പ് കണ്ടിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറാനായിട്ട്. ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ. ഇങ്ങോട്ടാണ് നമുക്ക് സ്റ്റെപ്പ് കയറി 5 നില പോകാനുണ്ട്. ഇതിങ്ങനെ പോവാണ്. എൻ്റെ അമ്മോ, അടിപൊളി കേട്ടോ പള്ളി. വിചാരിച്ചില്ലേ കാട്ട് അടിപൊളി മനോഹരം. ഇവിടെ ആൾക്കാരൊക്കെ ഇന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കേട്ടോ, വേറെ ലെവല്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഭാഗം. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറിയത്. ഇത് നമ്മുടെ നമസ്കരിക്കേണ്ട ഭാഗം. നമ്മുടെ പ്രഭാഷണമൊക്കെ നടത്തുന്ന ഒരു മെമ്പറാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ഹിസ്റ്ററി എന്തൊക്കെയാണ് കേട്ടോ. പള്ളിയുടെ പണിയും അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് 2ാമത്തെ ബാൽക്കണി നിലയാണ് ഇന്ന് നമസ്കരിക്കാനുള്ള. ആ കാണുന്ന ഭാഗം സഞ്ചാരികൾക്ക് കയറാനുള്ള ഒരിടമാണ്. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ അവരുടെ ഡ്രസ്സ് കാണുമ്പോൾ. മറ്റേ തോർത്ത് കൊടുത്തോണ്ട് വന്ന അവസ്ഥ പോലെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ അണ്ണ അണ്ണ. What do you know in Malayalam? You know something in Malayalam? No, not much. Say Adipoli. Adipoli means it's nice. Adipoli. You can say Adipoli. Food Adipoli. Dress Adipoli. Place everything Adipoli. It's like a word for good. Okay. Adipoli. Adipoli. Yeah. We don't have love. Huh? We have love. We don't have love. La. Adipoli. Poli. It's not Lee. No. La. Can I ask her to say that? La. Not la. La. അയാള് പറയാണ് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോകാൻ. ഇവിടെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് നമ്മുടെ കസാൻ്റെ മറ്റൊരു ഭാഗം. അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഓർത്തഡോക്സ് ദേവാലയം. ആ കാണുന്നത് മറ്റൊരു ഓർത്തഡോക്സ് ദേവാലയം. ഇവിടെ എന്തോ സാധനമായിട്ട് കുത്തുവാണ് കേട്ടോ കണ്ണില്. അതാണ് ഇതിൽ നിന്ന് വരുന്ന പ്രാണികളാണ് സംഭവം. ഇതാ കണ്ടില്ലേ ഈ സാധനം. പിന്നെ ആ കാണുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. ആ കാണുന്നത് നല്ല രസമുണ്ടല്ലോ, പാലസ് പോലെ ഇരിക്കുന്നു. ഇറ്റ്സ് ലുക്സ് ലൈക്ക് പാലസ്, യു നോ. Yeah, it is. It's called like. Oh, it's a palace agriculture. Oh, it's a ministry. Not a university. അതൊരു മിനിസ്ട്രി ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയൊരു പാർക്ക്, തൊട്ടപ്പുറത്ത് വേറൊരു മനോഹരമായിട്ടുള്ള പള്ളി. ദാറ്റ്സ് എ മോസ്ക്, റൈറ്റ്? Yes. ന്യൂ മോസ്ക്. അത് ഒരു പുതിയൊരു പള്ളിയാണ്. താരെ കുതിര സവാരി പോകുന്ന കാണാം. പിന്നെ തൊട്ടപ്പുറത്ത് ചെറിയ നമ്മുടെ ലേക്കല്ല, അത് റിവറാണ്. റിവറിൻ്റെ അടുത്തുള്ള ബോട്ട് സവാരിയും കാർണിവലൊക്കെയാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ കസാൻ്റെ നമ്മുടെ പെഡസ്ട്രിയൻ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ടുള്ള ഒരു ചെറിയൊരു ടൂറിസ്റ്റിക് പ്രദേശങ്ങൾ. വൈകുന്നേരം ആളുകൾക്ക് വന്നിരിക്കാനും ഭക്ഷണങ്ങളൊക്കെ വന്ന് കഴിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ടുള്ളൊരു ഇടമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ട്രീറ്റ്. ഇവിടെ നല്ല രസമുള്ള കുരങ്ങനെ വെച്ച് ഫോട്ടോ എടുപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. കുരങ്ങനല്ല, അത് മറ്റേ അതിൻ്റെ പേരെന്താ, അതിൻ്റെ പേര് എനിക്ക് അറിയുന്നില്ല. ഇവിടെ ദാണ്ട ഒരു നല്ലൊരു ഇതാ. ഓ, കുരങ്ങൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുരങ്ങനെ ഞാൻ കണ്ടില്ല. നല്ല രസമുണ്ട് കേട്ടോ കുരങ്ങനെ കാണാൻ. നല്ല ആക്റ്റീവാണ് കേട്ടോ. സ്ട്രീറ്റ് ഭയങ്കര ആക്റ്റീവാണ്. ഇവിടെ വഴിയരികിലിതാ ഒരാൾ ഡാൻസ് കളിക്കുന്ന രംഗമൊക്കെയാണ്, പാട്ടും മ്യൂസിക്കും ആയിട്ട്. പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല തിരക്കും പാട്ടും. നമ്മൾ ഇനി തത്താറ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തത്താറ് കടയിലോട്ട് കയറി പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ കുറേ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബില്ലടിക്കുന്ന സ്ഥലം. ഇവരാവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് ക്യൂ നിന്നിട്ട് എടുത്തുകൊണ്ട് പോകണം കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ ക്യാൻറ്റീന് പോലെ നമ്മൾ പ്ലേറ്റും സ്പൂണും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നമുക്ക് ചൂസ് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാം. ഞാനും ഭക്ഷണം എന്തൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ സ്ലോവാക്കിയയിൽ പോയി കഴിച്ചതുപോലെ ഉണ്ട് കേട്ടോ. പൊട്ടാറ്റോ, ബ്രോക്കളിൻ, റൈസ് ചെയ്ത് ഒരു സലാഡും സംഭവങ്ങളായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. പിന്നെ എല്ലാം കൂടെ വന്നത് നമ്മുടെ നാട്ടിലെ 200 രൂപയാണ്. ഇത് നമ്മുടെ ട്രഡീഷണൽ റഷ്യൻ ഡിഷാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. തത്താർ ഡിഷല്ല. തത്താറിൽ എനിക്കൊന്ന് കുറേ ബ്രെഡ്, സൂപ്പ് അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ലോഡ് ആൾക്കാരുണ്ട്. നമുക്ക് റഷ്യയിലും ഫോളോവേഴ്സ് ഉണ്ട്, കണ്ടില്ലേ? റഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ക്യാൻ ഐ ടേക്ക് എ ഫോട്ടോ വിത്ത് യു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്താൽ താങ്ക് യു. ഓക്കെ, റഷ്യയിലും ഉണ്ടാ നമുക്ക് ഫോളോവേഴ്സ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അടുത്തതാണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇതുപോലുള്ള ഓരോ ആർട്ടിസ്റ്റുകൾ അവരവരുടെ കഴിവുകൾ കാണിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എന്തോ പൈസ എടുത്തിട്ട് അതെടുത്ത് ഇങ്ങനെ പൊക്കി വെക്കണം, എന്നാൽ നമുക്ക് എന്തോ സംഭവം കിട്ടും. അങ്ങനെയാണ് കേട്ടോ. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് കുപ്പി പൊക്കിയതാണ്, പക്ഷെ ലാസ്റ്റ് എന്തോ പറ്റി. ഇവിടെ മറ്റൊരു സ്ഥലത്ത് ഇവിടെ പെയിന്റിംഗ് ആണ് കേട്ടോ. പുള്ളിക്കാരൻ ചിത്രം വരയ്ക്കുന്ന കാഴ്ച എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചേർത്താണ്. അടുത്ത വീഡിയോയിൽ ഞാൻ കസാനിൽ നിന്ന് ഞാൻ മോസ്കോയിലോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മറ്റെടുത്ത് എല്ലാവർക്കും ബൈ.